ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും SKD11 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. വണ്ടി ശരിയാക്കാനായിട്ട് കുറച്ചധികം പൈസ വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടി ശരിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മാസം നമ്മുടെ അപ്പക്ക് പെൻഷൻ കിട്ടിയപ്പോഴേക്കും അപ്പോൾ കുറച്ച് പൈസ വന്നിട്ട് വേഗം കൊണ്ടുപോയി വണ്ടി ശരിയാക്കാൻ പറഞ്ഞു. നമ്മൾ വണ്ടിയൊക്കെ ശരിയാക്കി. വയ്യാതിരിക്കുകയായിരുന്നു, തൊണ്ടവേദനയും ചുമയൊക്കെ ആയിട്ട് സൗണ്ടൊക്കെ പോയിരിക്കുകയായിരുന്നു. ഇപ്പോഴും ശരിക്കും അങ്ങോട്ട് സൗണ്ട് ഓക്കെ ആയിട്ടില്ല. അപ്പോൾ നമ്മളൊരു 8:30 കഴിഞ്ഞപ്പോഴേക്കാണ് അമ്പലത്തിലേക്ക് ഇറങ്ങിയത്. നമ്മൾ അയ്യപ്പൻ്റെ അമ്പലത്തിലാണ് പോകുന്നത്. എവിടെയാണ് അമ്പലമെന്ന് നമുക്ക് വഴിയെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ വൈപ്പിനെത്തി. വൈപ്പിനിൽ നിന്ന് നമ്മൾ നേരെ ഗോശ്രീ പാലം കയറാൻ പോവുകയാണ്. അപ്പോൾ വൈപ്പിനിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് ഗോശ്രീ പാലത്തിലേക്ക് എത്തുന്നതിന് മുന്നേയായിട്ട് റൈറ്റ് സൈഡിൽ കുറേ മീൻ മാർക്കറ്റുകളുണ്ട്. വൈപ്പിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് കടലും മീനും ഒക്കെ ആയിരിക്കുമല്ലോ. കുറേ ആയി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട്. എനിക്ക് തോന്നുന്നു 3-4 മാസത്തിലധികമായി. ഇതാണ് നമ്മുടെ വല്ലാർപാടം പള്ളി. നമ്മുടെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ് കേട്ടോ വല്ലാർപാടത്തെ. അങ്ങനെ എന്തായാലും മിക്കവാറും എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് എത്താറായി. ബോൾഗാട്ടിയിലാണ് കേട്ടോ അമ്പലം. എൻ്റെ കുറേ നാൾക്ക് മുന്നേ ഉള്ള നേർച്ചയാണ് ഇവിടെ വന്നൊന്ന് തൊഴുതേക്കാന്ന്. പക്ഷേ ഇതുവരെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതാ വന്നിരിക്കുന്നത് പോഞ്ഞിക്കര ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലാണ് കേട്ടോ. ഞാൻ ഒറ്റത്തവണ ഈ അമ്പലത്തിൽ വന്നിട്ടുള്ളൂ. അത് കല്യാണത്തിനൊക്കെ മുന്നേ ആണ്. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ. ഇവിടെ നേരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗോശ്രീ പാലം കാണാം. നേരെ മുന്നിൽ കായലാണ്. വണ്ടികളുടെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മളധികം ലേറ്റാക്കാതെ വേഗം അകത്ത് കയറി തൊഴുതിറങ്ങി. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അയ്യപ്പനാണ്. പിന്നെ ഉപപ്രതിഷ്ഠകളായിട്ട് ഭഗവതിയുണ്ട്, ശിവനുണ്ട്, ഗണപതിയുണ്ട്. പിന്നെ തൊട്ട് വലതുവശത്തായിട്ട് വേറെ ചെറിയൊരു അമ്പലമുണ്ട്. അവിടെ ഭദ്രകാളിയാണ് പ്രതിഷ്ഠ. അങ്ങനെ ഭദ്രകാളിനെയും തൊഴുത് പുറത്ത് നാഗങ്ങളെയും ബ്രഹ്മരക്ഷസിനെയും തൊഴുത് നമ്മൾ നേരെ പോകാനിറങ്ങി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.